അധികാര കൈമാറ്റത്തിന് അമേരിക്ക ഒരുങ്ങുമ്പോഴും ജോ ബൈഡന് ആത്മവിശ്വാസത്തിന് കുറവില്ല. വീണ്ടും താൻ മത്സരിച്ചിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തോക്കുമായിരുന്നുവെന്നാണ് ജോ ബൈഡന്റെ വാദം. അതേസമയം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയം US കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചു. ജനുവരി 20-നാണ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ ആധികാരിക വിജയത്തിന് ശേഷം ഭരണമാറ്റത്തിനൊരുങ്ങുകയാണ് അമേരിക്ക. പക്ഷേ അധികാരം നഷ്ടപ്പെട്ട് സ്ഥാനം മാറാനൊരുങ്ങുമ്പോഴും ജോ ബൈഡന് ആത്മവിശ്വാസം ഒട്ടും കുറവില്ല. വീണ്ടും താൻ മത്സരിച്ചിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തോക്കുമായിരുന്നുവെന്നാണ് ജോ ബൈഡന്റെ വാദം. വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ തൊഴിൽ റിപ്പോർട്ട് അവതരണത്തിന് ശേഷം മാധ്യമസംഘത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു ബൈഡന്റെ പ്രതികരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തു നിന്നും അവസാന നിമിഷം പിന്മാറിയതിൽ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടോയെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലൊന്ന്. ഇതിന് മറുപടിയായിട്ടായിരുന്നു ബൈഡന്റെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം. I don't think so. I think I would have beaten Trump, could have beaten Trump, and I think that Kamala could have beaten Trump and would have beaten Trump. It wasn't about, I thought it was important to unify the party. And when the party was worried about whether or not I was going to be able to move, I thought it was, even though I thought I could win again, I thought it was better to unify the party, and it was the greatest honor in my life to be President of the United States, but I didn't want to be one who caused a party that wasn't unified to lose an election. And that's why I stepped aside, but I was confident she could win. ട്രംപിനെ തനിക്ക് തോൽപ്പിക്കാമായിരുന്നു. താനും കമലയും ചേർന്ന് ട്രംപിനെ തോൽപ്പിച്ചേനെയെന്നും ബൈഡൻ വ്യക്തമാക്കി. കഴിഞ്ഞ നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ആദ്യം മത്സരരംഗത്തുണ്ടായിരുന്നത് ബൈഡനായിരുന്നു. എന്നാൽ വിജയസാധ്യത കുറവായിരിക്കുമെന്ന വിമർശനത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ബൈഡന് പകരം കമലാ ഹാരിസ് സ്ഥാനാർത്ഥിയായി. എന്നാൽ അപ്പോഴും തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയം ട്രംപിന് തന്നെയായി. പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ് വൈറ്റ് ഹൗസ് വിട്ടാൽ പിന്നെ പൊതുജീവിതം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഞാൻ കാണാമറയത്തേക്കൊന്നും പോകുന്നില്ലെന്ന് ബൈഡൻ മറുപടി നൽകി. സ്വന്തം നാടായ ഡെലവെയറിലെ വിൽമിംഗ്ടണിലേക്ക് മടങ്ങിയാലും പൊതുജീവിതം തുടരുമെന്നും ബൈഡൻ പറഞ്ഞു. വീണ്ടും പ്രസിഡന്റായാലും അപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഉറപ്പു പറയാനാകില്ലെന്നും ബൈഡൻ USA ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് 5 ദിവസം മുൻപ് US പ്രസിഡന്റ് ജോ ബൈഡൻ വിടവാങ്ങൽ പ്രസംഗം നടത്തും. ജനുവരി 15-ന് അമേരിക്കൻ സമയം രാത്രി 8 മണിക്കാണ് ബൈഡന്റെ വിടവാങ്ങൽ പ്രസംഗമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ജനുവരി 20-നാണ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സന്ദേശമാകും അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്റെ ഭരണകാലയളവിലെ അഭിമാനകരമായ നേട്ടങ്ങളും പരാമർശിക്കും. 4 വർഷം മുമ്പ് വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ഡൊണാൾഡ് ട്രംപ് ബൈഡൻ ഭരണകൂടത്തിന് ആശംസകൾ നേർന്നിരുന്നു. നേരത്തെ റെക്കോർഡ് ചെയ്ത പ്രസംഗമായിരുന്നു ഇത്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് US കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചു. ജനപ്രതിനിധി സഭയുടെയും സെനറ്റിന്റെയും സംയുക്ത സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. അധ്യക്ഷ കൂടിയായ കമലാ ഹാരിസ് തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. Donald J. Trump of the state of Florida has received 312 votes. Kamala D. Harris of the state of California has received 226 votes. പ്രഖ്യാപനം നടത്തിയ കമലാ ഹാരിസ് തന്നെയായിരുന്നു ട്രംപിന്റെ എതിർ സ്ഥാനാർത്ഥി എന്നതാണ് ഏറെ കൗതുകമുയർത്തിയത്. നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസിനെ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടുത്തിയത്. ലോസ് ആഞ്ചലസ് അഗ്നിബാധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൗസ് ഓവൽ ഓഫീസിൽ മാധ്യമയോഗം നടന്നതുകൂടാതെയായിരുന്നു റൂസ്വെൽറ്റ് റൂമിൽ തൊഴിൽ റിപ്പോർട്ടിന് ശേഷം ബൈഡന്റെ മാധ്യമ സമ്മേളനം. തന്റെ ഭരണകാലത്ത് 1.66 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെന്ന് പുതിയ റിപ്പോർട്ടിൽ ബൈഡൻ ചൂണ്ടിക്കാട്ടി. നിയുക്ത പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായാണ് അധികാരമേൽക്കുന്നത്. ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ പുതിയ ഭരണപ്രതിനിധികളുമായും പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. നേരത്തെ പ്രസിഡന്റായിരുന്ന വേളയിലും കഴിഞ്ഞ വർഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിലും ഭാരതത്തിന് മികച്ച പിന്തുണ ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു. ബംഗ്ലാദേശ് വിഷയത്തിൽ കൃത്യമായ നിലപാട് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ സംബന്ധിച്ച് ഭാരതം ഉന്നയിച്ച ആശങ്കകൾ കൃത്യമായും ട്രംപ് അഭിസംബോധന ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം മികച്ച ബന്ധമാണ് അമേരിക്കയുമായി ഭാരതം തുടരുന്നത്. ഭീകരവിരുദ്ധ സഖ്യനീക്കത്തിലും
നയതന്ത്ര വാണിജ്യ രംഗങ്ങളിലും മികച്ച ബന്ധമാണ് ഭാരതവുമായി അമേരിക്കയ്ക്കുള്ളത്. 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ് വിസിറ്റും അമേരിക്കയിൽ നടന്നിരുന്നു. ഇത് രാജ്യങ്ങൾ തമ്മിൽ മികച്ച ബന്ധം തുടരുമെന്ന നിലപാടിന്റെ ഭാഗം കൂടിയാണ്. അതിനിടെ സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡനെ നന്ദി അറിയിച്ച് യുക്രൈൻ പ്രസിഡന്റും രംഗത്തെത്തി. ബൈഡനുമായി സംസാരിച്ചെന്നും അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി പറയുന്നെന്നും വൊളോഡിമർ സെലൻസ്കി പറഞ്ഞു. ബൈഡനുമായി സംസാരിച്ചു. കാലിഫോർണിയയിലെ കാട്ടുതീയിലുണ്ടായ ദാരുണമായ ജീവഹാനിയിൽ അനുശോചനം രേഖപ്പെടുത്തി. യുക്രൈന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അചഞ്ചലമായ പിന്തുണയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിൽ US വഹിച്ച സുപ്രധാന പങ്കിനും അദ്ദേഹത്തോട് നന്ദി പറയുന്നു, സെലൻസ്കി എക്സിൽ കുറിച്ചു. കഴിഞ്ഞ മാസം ഏകദേശം $6 ബില്യൺ പുതിയ സൈനിക ബജറ്റ് സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഡൻ ഭരണകൂടം യുക്രൈനുള്ള പിന്തുണ ആവർത്തിച്ചിരുന്നു. അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. അധികാരമേൽക്കാനിരിക്കെ ഹമാസ് ഭീകരർക്കെതിരെ ശക്തമായ താക്കീതുമായി ട്രംപ് രംഗത്തെത്തി. പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ജനുവരി 20-നകം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. ചർച്ചകളെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ബന്ദികളായവർ തിരിച്ചെത്തിയില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബന്ദികളുടെ മോചനത്തിനായുള്ള നടപടികൾ ഊർജിതമായത് ട്രംപിന്റെ അന്ത്യശാസനം ഉണ്ടായതിനെ തുടർന്നാണ്. മോചനത്തിനായി മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്ന ഖത്തർ വീണ്ടും നടപടികൾ പുനരാരംഭിച്ചു. ഈജിപ്തും ഖത്തറുമാണ് മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമാകുന്നത്. ശ്രമങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആന്റണി ബ്ലിങ്കൻ ഈയിടെ ഈജിപ്ത് സന്ദർശിച്ചിരുന്നു. ബന്ദികളുടെ മോചനത്തിനായുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ട്രംപിന്റെ കൃത്യമായ നിലപാടുകൾ മോചനം സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷ.